إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് യഥാർത്ഥ രൂപത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും കൃത്യമായി കൊണ്ട് തന്നെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ഥാനവും പ്രാധാന്യവും നൽകേണ്ടുന്ന ഒന്നാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതുപോലെ തന്നെ പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന അനുയായികളോടുമായി കൊണ്ട് കൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക്. പ്രവാചകരെ അങ്ങ് കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ ചൊവ്വേ നിലകൊള്ളണം. വമൻ താബ മഅക്, അങ്ങയുടെ കൂടെ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങുന്നവരും അങ്ങനെ തന്നെ നേരെ ചൊവ്വേ നിലകൊള്ളണം എന്നാണ്. നമ്മളൊക്കെ 5 നേരത്തെ നമസ്കാരങ്ങളിലൂടെ 17 തവണയായിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്
ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. എന്താണ് ആ ദുആ ചെയ്യുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ നീ ഞങ്ങളെ നേരെ ചൊവ്വയുള്ള വഴിയിൽ നീ ചേർക്കണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, വഴി പിഴച്ചു പോയവരുടെ മാർഗത്തിലല്ല, നിന്റെ കോപത്തിന് അർഹരായവരുടെ മാർഗത്തിലുമല്ല. പിന്നെയോ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. അതാരാ? ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അല്ലാഹു അനുഗ്രഹിച്ചവരാണ് അംബിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, സുദ്ദീഖീങ്ങൾ. ഇവരുടെയൊക്കെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണേ. എന്നാൽ ഒരിക്കലും തന്നെ വഴിപിഴച്ചു പോയിട്ടുള്ള ക്രൈസ്തവർ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപത്തിനർഹരായിട്ടുള്ള യഹൂദികൾ, ഇവരുടെ മാർഗത്തിൽ അല്ലതാനും. അമ്പിയാക്കളുടെ മാർഗത്തിൽ, ശുഹദാക്കളുടെയും സുദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും മാർഗത്തിൽ നീ ഞങ്ങളെ വഴി ചേർക്കണേ അല്ലാ. 17 തവണ വിശ്വാസികൾ നിർബന്ധമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് ഈ നേരായ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊള്ളുക എന്നത് നമ്മുടെ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, മാ നസല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുൻ ഹിയ അശദ്ദു വലാ അശഖു മിൻ ഹാദിഹിൽ ആയ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിനേക്കാളും പ്രയാസപ്പെടുത്തുന്ന ഒരു വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് ഇറക്കിയിട്ടില്ല. ഏതാണ്? എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലിദാലിക ഖാല ലി അസ്ഹാബിഹി ഹീന ഖാലൂ ലഹു അസ്റഅ ഇലൈക ശൈബ്. പ്രവാചകരെ, അങ്ങയുടെ മുടി പെട്ടെന്ന് നിരച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശയ്യബത്നി ഹൂദുൻ വ അഖവാതുഹാ. സൂറത്ത് ഹൂദും ആ സൂറത്തിന്റെ സഹോദരങ്ങളായിട്ടുള്ള സൂറത്ത് യൂനുസ്, സൂറത്ത് യൂസുഫ് പോലെയുള്ള സൂറത്തുകളൊക്കെയാണ് എന്നെ നിരബാധിപ്പിച്ചത്. കാരണം ലിഅന്ന ഫീഹാ ഹാദിഹിൽ ആയ, ഈ സൂറത്ത് ഹൂദിലാണ് ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക എന്ന ആയത്തുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വചനം ഏറെ ചിന്തിപ്പിക്കുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. എന്താ വചനം? ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം പ്രവാചകനോട് കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പനകളെല്ലാം കൃത്യമായി കൊണ്ട് തന്നെ അനുസരിച്ചുകൊണ്ട് അതിൽ ഒരു വീഴ്ചയും വരുത്താതെ പൂർണ്ണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നേരെ ചൊവ്വേ ജീവിക്കുക. അതാണ് അല്ലാഹുവിന്റെ കൽപ്പന. അത് വല്ലാത്ത ഒരു കൽപ്പനയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഈ ഒരു കാര്യം എത്രത്തോളം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ വിശ്വാസ രംഗത്ത്, നമ്മുടെ അനുഷ്ഠാന രംഗത്ത്, നമ്മുടെ സ്വഭാവ രംഗത്ത്, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ കച്ചവട മേഖലകളിൽ, നമ്മുടെ അതുപോലെ തന്നെ കൂട്ടുകെട്ടിൽ, ഈ മേഖലകളിലെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ നാനാ തുറകളിലേക്കും ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ടല്ലോ. ആ നിയമങ്ങൾ മുഴുവനും എത്ര കണ്ട് നമ്മളൊക്കെയും പ്രാവർത്തികമാക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ വചനം അതാണ് എന്റെ തലമുടി നിരക്കാൻ കാരണമായത് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ ആയത്തിലുള്ള കൽപ്പന അത് അത്ര ചെറിയതല്ല. അത് ഏറെ ഗൗരവപ്പെട്ടതും ഏറെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്നതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു ദീനിന്റെ പ്രത്യേകത എന്താ? വിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറയിൽ നമുക്ക് കാണാം, ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരെ മുർസലീങ്ങളെ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹാ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ. ഉലുൽ അസ്മ് എന്ന പേരിൽ അറിയപ്പെടുന്ന 5 പ്രവാചകന്മാരുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ടായിട്ടും 25 നബിമാരുടെ പേരുകളാണ് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞത്. അവരിൽ തന്നെയും ആ 25 പ്രവാചകന്മാരിൽ തന്നെയും ഏറെ സ്ഥാനമുള്ള മഹത്തുക്കളായ 5 പ്രവാചകന്മാർ. അത് ഒന്ന് നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാർ ഈ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അന്നഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി. നിങ്ങൾ ഈ ദീന് നിങ്ങൾ കൃത്യമായി കൊണ്ട് നിങ്ങൾ യഥാവിധം അത് നിറവേറ്റേണ്ടതുണ്ട്. അതിൽ ഒരിക്കലും തന്നെ ഒരു നിലക്കുമുള്ള ഒരു ഫിറഖത്തും ഒരു കക്ഷിത്വവും ഒന്നും തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, കബുറ അലൽ മുശ്രികീന മാ തദ്ഊഹും ഇലൈഹി. മുശ്രിക്കീങ്ങൾക്ക് നിങ്ങൾ ക്ഷണിക്കുന്ന നിങ്ങളുടെ ദഅവത്ത് വല്ലാതെ അലോസരപ്പെടുത്തും, അതവർക്ക് വല്ലാതെ പ്രയാസമുണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുമ്പോൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ ആ പ്രത്യേകതകൾ ഒന്നും തന്നെ അല്ലാഹുവിന്റെ ഒരു പടപ്പുകൾക്കും നമ്മൾ വകവെച്ച് കൊടുക്കാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹുവിന്റെ എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ, അല്ലാഹുവിന്റെ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അത് അല്ലാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യനായി ഒരാളുമില്ല എന്ന തൗഹീദിന്റെ യഥാർത്ഥ ഏകദൈവ വിശ്വാസത്തിന്റെ ആ ഒരു പ്രഖ്യാപനം സൂറത്തുൽ ഇഖ്ലാസിൽ നമുക്ക് കാണാം. അതിന്റെ ആ ഒരു തൗഹീദിലേക്ക് ആളുകൾ ക്ഷണിക്കുമ്പോൾ സുഹൃത്തുക്കളെ, അതിന്റെ എതിര് നിൽക്കുന്ന ശിർക്കിന്റെ വിശ്വാസങ്ങൾ പേറി നടക്കുന്ന ആളുകൾക്ക് വല്ലാത്ത അലോസരത ഉണ്ടാക്കും, അതവർക്ക് വല്ലാത്ത ക്ഷീണമുണ്ടാക്കും. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ കേൾക്കുമ്പോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറയുമ്പോ, അതുപോലെ തന്നെ സലഫുകളുടെയും സാലിഹീങ്ങളുടെയും അടക്കമുള്ള മുൻഗാമികളുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ അതിന് എതിരെ നിൽക്കുന്ന ആളുകൾക്ക് അത് വല്ലാതെ പ്രയാസമുണ്ടാക്കും. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമാണ്, കബുറ അലൽ മുശ്രികീന മാ തദ്ഊഹും ഇലൈഹി. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ ആദർശത്തിന് എതിരെ നിൽക്കുന്ന ആളുകൾക്ക് വല്ലാതെ പ്രയാസമുണ്ടാക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഫലിദാലിക ഫദ്ഉ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു വേണം? അല്ലാഹുവിലേക്ക് നന്നായി ദഅവത്ത് നടത്തണം, ക്ഷണിക്കണം, ആളുകളെ ഈ ദീനിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. അതോടൊപ്പം തന്നെ വസ്തഖിം കമാ ഉമിർത, അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ യഥാവിധത്തിൽ നമ്മൾ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ ദീനിൽ നേരെ ചൊവ്വേ നിലകൊള്ളുകയും വേണം. ഇസ്തിഖാമത്തോടു കൂടി നമ്മൾ ജീവിക്കണം. ദഅവത്ത് നടത്തുന്നതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണിത്. ആ ദീനിലേക്ക്, അല്ലാഹുവിന്റെ ദീനിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ ദീനിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ പഠിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി കൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവരികയും വേണം. അതാണ് അല്ലാഹു തആല പറയുന്നത്, ഫലിദാലിക ഫദ്ഉ വസ്തഖിം കമാ ഉമിർത. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ ദീനിൽ യഥാർത്ഥ രൂപത്തിൽ നിലകൊള്ളുകയും വേണം. വലാ തത്തബിഅ അഹ്വാഅഹും,
ആ മറ്റുള്ളവരുടെ ഇച്ഛകളെയൊന്നും നമ്മൾ പിന്തുടരാൻ പാടില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ രൂപമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് ഈ ഒരു ഇസ്തിഖാമത്തോടു കൂടി നിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയും വേണം. നിസ്കാരവും ഇബാദത്തുകളും അനുഷ്ഠാനങ്ങളും സ്വഭാവങ്ങളുമെല്ലാം നേരെയാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ നിരന്തരമുണ്ടായിരിക്കണം. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഓരോ ദിവസവും 70 പ്രാവശ്യമെന്നും 100 പ്രാവശ്യമെന്നും ഒക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് നബിയുടെ ഇസ്തിഗ്ഫാറിനെ പറ്റി. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഇസ്തിഗ്ഫാറിന്റെ വിഷയത്തിൽ അള്ളാഹുവിനോട് നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുന്ന കാര്യത്തിൽ നമ്മളെല്ലാം എത്രത്തോളം അമാന്തം കാണിക്കുന്നുണ്ട്, അലസരാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടേയിരിക്കുക. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ, എനിക്ക് നിസ്കാരത്തിൽ ചൊല്ലാൻ വേണ്ടി ഒരു ദുആ അങ്ങ് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറാ ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. ഇസ്തിഗ്ഫാറിനെ പറ്റിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറാ, അല്ലാഹുവേ, ഞാൻ എന്നോട് തന്നെ ഒരുപാട് ദുൽമ കാണിച്ചിട്ടുണ്ട്, അക്രമം കാണിച്ചിട്ടുണ്ടല്ലാ. അതുകൊണ്ട് നീ എനിക്ക് മഗ്ഫിറത്തിനെ തരണേ, നീ എനിക്ക് മർഹമത്ത് തരണേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ ഏറെ പൊറുക്കുന്നവനാണല്ലോ, നീ ഏറെ കരുണ കാണിക്കുന്നവനാണല്ലോ. നോക്കണം നിങ്ങൾ, റസൂലുള്ള കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഈമാനിന്റെ നിറകുടമായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ദുആ ഇസ്തിഗ്ഫാറിനെ പറ്റിയാണ്. അബൂബക്കറെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറാ, അല്ലാഹ്, ഞാൻ എന്നോട് തന്നെ ഒരുപാട് അക്രമം ചെയ്തു പോയിട്ടുണ്ട്, എന്നോട് അക്രമം ചെയ്തിട്ടുണ്ട്. എന്താ നമ്മൾ നമ്മളോട് ചെയ്യുന്ന അക്രമം? എന്താ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന അക്രമം? സുഹൃത്തുക്കളെ, നമ്മൾ ഏത് തെറ്റ് ചെയ്താലും അത് നമ്മളോട് കാണിക്കുന്ന ദുൽമാണ്. കാരണം നമ്മൾ നമ്മുടെ ശരീരത്തെയാണ് നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ഏത് തെറ്റ് ചെയ്യുമ്പോഴും ആ തെറ്റ് ചെയ്യുന്നത് വഴി നമ്മൾ നമ്മുടെ ശരീരത്തെയാണ് കത്തിജ്വലിക്കുന്ന ജഹന്നമിലേക്ക് വലിച്ചെറിയാൻ കാരണമാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാറിനെ തേടണം. ഈ പ്രാർത്ഥനയും നിസ്കാരത്തിൽ ചൊല്ലാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നമ്മൾ അല്ലാഹു തആല പ്രവാചകനോട് പറയാൻ വേണ്ടി പറയുന്നു, ഖുൽ, പ്രവാചകരെ പറയണേ, ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. പ്രവാചകരെ പറയുക, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്, പക്ഷേ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെയും എന്റെയും ഇലാഹ് ഒന്നാണ് എന്നിട്ടുള്ള ആ ഒരു വഹി എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഫസ്തഖീമൂ ഇലൈഹി വസ്തഗ്ഫിറൂഹ്, അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഖാമത്തോടു കൂടി അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുഴുവനും കൃത്യമായ രൂപത്തിൽ ശ്രദ്ധിച്ച് അത് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും വേണം. വസ്തഗ്ഫിറൂഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ധാരാളക്കണക്കിന് ഇസ്തിഗ്ഫാറിനെ തേടുകയും ചെയ്യുക. ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുകയും വേണം, ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുകയും വേണം എന്നതാണ് നമ്മളൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളൊക്കെ നിസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറു, അതിലെ അസ്തഗ്ഫിറുല്ലാ എന്നതിലെ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഹംസയൊക്കെ പറയും, അസ്തഗ്ഫിറുല്ലാ എന്നുള്ളതൊക്കെ. പിന്നത്തെ ഇതിൽ ഹംസ പോലും ശരിക്കും പറയില്ല. അതാണ് നമ്മുടെയൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിന്റെ കോലം. അസ്തഗ്ഫിറുല്ലാ എന്നത് പോലും അതിന്റെ അക്ഷരങ്ങൾ പൂർണ്ണമായ രൂപത്തിൽ പറയാൻ പോലും നേരം കിട്ടാത്തൊരവസ്ഥയിലാണ് പലപ്പോഴും നമ്മളൊക്കെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വേറെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത്.
അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്തിഖാമത്തിനെ പറ്റി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ് ഇസ്തിഖാമത്ത് എന്നത്? അൻ തസ്തഖീമ അലൽ അംരി വന്നഹി വലാ തറൂഗു റൗഖാന സആലിബ്. എന്താണ് ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ? നേരെ ചൊവ്വ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നീ എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് മുഴുവനും അത് കൃത്യമായി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ അല്ലാഹു തആല എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ, ഈ ദീനിൽ എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ അത് പൂർണ്ണമായി കൊണ്ട് ജീവിതത്തിൽ നിന്ന് വർജിക്കുകയും ചെയ്യുക, ഒഴിവാക്കുകയും ചെയ്യുക. വലാ തറൂഖു റൗഖാന സആലിബ്. കുറുക്കന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവിടെയും ഇവിടെയും ഒരു ശ്രദ്ധയില്ലാത്ത അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ശ്രദ്ധിക്കാതെ അവിടെയും ഇവിടെയും തലയിട്ടുകൊണ്ട് വെറുതെ അലസന്മാരായിക്കൊണ്ട് നിങ്ങൾ മാറാൻ പാടില്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിനെപ്പറ്റി പറയുകയാണ്, ഇസ്തഖാമു അലാ മഹബ്ബതിഹി വഉബൂദിയ്യതിഹി വലം യൽതഫിതു അൻഹു യംനതൻ വലാ യുസ്റാ. ശൈഖുൽ ഇസ്ലാം പറയാണ്, അവരെന്ത് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സർവ്വ കാര്യങ്ങളും അത് കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവരുന്നവരും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഇബാദത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കുന്നവരുമാണ്. ഫലം യൽതഫിതു അൻഹു യംനതൻ വലാ യസ്റാ. അവർ വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും തിരിയാതെ നേരെ ചൊവ്വേ അവരുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നവരാണ് എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിശ്വാസികളുടെ ഗുണമായി കൊണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഏറെ ഗൗരവത്തോടു കൂടി ഈ ഒരു അള്ളാഹുവിന്റെ ദീനിൽ നേരെ ചൊവ്വെ നിലകൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലൂടെയും വിശുദ്ധ ഖുർആന്റെ പല ഭാഗങ്ങളിലും ആ ഒരു കൽപ്പന നമുക്ക് കാണാൻ സാധിക്കും. മുമ്പത്തെ ഒരു ഖുതുബയിൽ നമ്മളത് സൂചിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. وأن هذا صراطي مستقيما. ഇതാകുന്നു എൻ്റെ നേരായ മാർഗം, അതുകൊണ്ട് ഫത്തബിഊഹു, അതിനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ 23 കൊല്ലക്കാലത്തെ ആ ജീവിതകാലത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഇസ്ലാമിന്റെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും കൃത്യമാണ്. ആ കാര്യങ്ങൾ മുഴുവനും അതാണ് യഥാർത്ഥത്തിൽ സിറാത്തുൽ മുസ്തഖീം. അതിനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. വലാ തത്തബിഉസ് സുബുൽ. അതല്ലാത്ത ഏത് മാർഗങ്ങളെയും നിങ്ങൾ പിന്തുടരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഫതഫറഖ ബികും അൻ സബീലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് അത് നിങ്ങളെ തെറ്റിച്ചു കളയും. ദാലികും വസ്വാകും ബിഹി. ഇത് നിങ്ങൾക്കുള്ളൊരു വസിയ്യത്താണ്. ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഹഖും ബാത്തിലും നേരും നെറികേടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നത് മാത്രം നമ്മൾ സ്വീകരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് 23 കൊല്ലക്കാലത്തെ ജീവിതകാലത്ത് ദീനിന്റേതായി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അത് നമ്മൾ സ്വീകരിക്കുക. ഇത് പറയുമ്പോഴാ പല ആൾക്കാരും പറയാ, നബിന്റെ കാലത്ത് ലൈറ്റ് ഉണ്ടോ, മൈക്കുണ്ടോ, മൊബൈലുണ്ടോ, കാറുണ്ടോ, ജീപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അന്തം വിട്ട ബുദ്ധിയില്ലാത്ത അർത്ഥശൂന്യമായ ചോദ്യങ്ങളുമായി കൊണ്ട് പല ആളുകളും വരും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥ ഹക്കിൽ നിന്ന് നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. സുഹൃത്തുക്കളെ, ഈ ലൈറ്റും ഫാനും മൈക്കും മൊബൈലും കാറും ജീപ്പും ബസ്സും ഒക്കെ ദീനിന്റെ വിഷയമാണോ? ഒക്കെ ദുനിയാവിന്റെ കാര്യല്ലേ? ദീനിന്റെ കാര്യത്തിലാണ് റസൂൽ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദീനിന്റെ വിഷയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലക്കാലത്തെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏതേത് ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതാണ് സിറാത്തുൽ മുസ്തഖീം. അതല്ലാത്തത് മുഴുവനും എന്താണ്? വിശുദ്ധ ഖുർആൻ പിന്നീട് പറഞ്ഞ വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി. നിങ്ങളെ വഴി തെറ്റിക്കുന്ന വഴികളാണ്, മാർഗങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യം അതാണ്.
മാത്രവുമല്ല റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. വിശുദ്ധ ഖുർആൻ പറയാണ് എന്ത്? വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, വ്യക്തമായ മാർഗദർശനം വന്നെത്തിയതിനു ശേഷം. നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് കൃത്യമാണ്, അതിൽ ഒരു ആശയക്കുഴപ്പത്തിനും വകയില്ലാത്ത വിധം കൃത്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ എന്തെങ്കിലും ഒരു അക്ഷരം തെളിവായി കൊണ്ട് വിശുദ്ധ ഖുർആനിലുണ്ടോ? ഇല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ ഒരു തെളിവുമില്ല. ഖുർആനിൽ എത്രയോ ദുആകളുണ്ട്. ഒരു ദുആ പോലും അല്ലാഹു അല്ലാത്തവരോട് ഉള്ളതായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാനേ സാധ്യമല്ല. അല്ലാഹുമ്മ എന്നോ റബ്ബി എന്നോ റബ്ബന എന്നോ ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ വിശേഷണങ്ങളൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയല്ലാത്ത ഒരൊറ്റ പ്രാർത്ഥന പോലും വിശുദ്ധ ഖുർആനിലില്ല. മാത്രവുമല്ല, അമ്പിയാക്കൾ മുഴുവനും അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അയക്കുകയും അവർ സമൂഹത്തെ ഉത്ബുദ്ധമാക്കുകയും ചെയ്ത ചരിത്രമാണ് വിശുദ്ധ ഖുർആനിൽ എമ്പാടുമുള്ളത്. വിശുദ്ധ ഖുർആനിൽ ആ ഒരു ചരിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിരുന്ന സമുദായത്തെ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലെ സമുദായം ആരായിരുന്നു? അബൂജഹലും അബൂലഹബും ഒക്കെ. അവർ ആരോടാ പ്രാർത്ഥിച്ചിരുന്നത്? അവർ പ്രാർത്ഥിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്, ഇല്ലേ? അവരൊക്കെ ഉണ്ട്, അമ്പിയാക്കളാണ്. ഈ അമ്പിയാക്കളോട് അവർ പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം നബിനോടും ഇസ്മായിൽ നബിനോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, അപ്പൊ അതൊക്കെ മഹാന്മാരാണ്, അത് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞോ? നബി അവരോട് പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അങ്ങനെയല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അതാണ് നിങ്ങൾ പറയേണ്ടത്, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശത്രുക്കൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞതെന്താ? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. കണ്ടോ? അവര് പറഞ്ഞു, എന്താ പറഞ്ഞത്? മുഹമ്മദ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒന്നാക്കുകയാണ്, ഒരാളോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് വല്ലാത്ത പുതുമുള്ള ഒരു കാര്യം തന്നെയാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഇബ്രാഹിം നബിനോടും ഇസ്മായിൽ നബിനോടും ഒക്കെ പ്രാർത്ഥിച്ചോളൂ, അതൊക്കെ മഹാന്മാരാണല്ലോ, അതൊന്നും കുഴപ്പമില്ല, അവർക്ക് അള്ളാഹു മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ രക്ഷിച്ചോളും സഹായിച്ചോളും എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. നബി എന്താ പറഞ്ഞത്? ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകളോട് പറഞ്ഞു കൊടുത്തത്. അതാണ് ദീൻ, അതാണ് അതാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. വലാ തത്തബിഉ സുബുൽ, മറ്റു വഴികളെ ഒന്നും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലിഹി, അത് നിങ്ങളെ ഈ വഴിയിൽ നിന്ന്, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് നിങ്ങൾ തെറ്റിച്ചു കളയുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു സിറാത്തുൽ മുസ്തഖീം, നേരിന്റെ പാത, അത് അമ്പിയാക്കൾ നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ്, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും. ആ രാത്രി സമയത്ത് ആരാരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ റബ്ബ ജിബ്രായീല വ മീകായീല വ ഇസ്രാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ്. ജിബ്രീലിന്റെയും മീകായീലിന്റെയും ഇസ്രാഫീലിന്റെയും ആകാശഭൂമികളുടെ സൃഷ്ടിച്ചവനുമായ റബ്ബേ, ആലിമൽ ഗൈബി വശഹാദ,
ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ റബ്ബേ, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, നീയാണ് അടിമകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നവൻ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ഇഹ്ദിനീ ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. എന്ത്? അല്ലാഹുവേ, അഭിപ്രായ ഭിന്നതയിലുള്ള വിഷയങ്ങളിൽ ആ ഹഖിൽ നീ എന്നെ ചേർക്കണേ, ആ ഹഖിലേക്ക് നീ എനിക്ക് വഴി കാണിച്ചു തരണേ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കുന്നവനാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്. എന്തിന്? ഈ സിറാത്തുൽ മുസ്തഖീമിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. എപ്പോൾ? ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരത്തിൽ. രാത്രി നിസ്കാരത്തിൽ ദുആഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യമാണ്, അല്ലാഹുവേ, അഭിപ്രായ ഭിന്നതയിലുള്ള വിഷയത്തിൽ ഹഖിൽ നീ എന്നെ വഴി നടത്തണേ എന്ന്. അതിന്റെ പ്രാധാന്യമാണ്, ഗൗരവമാണ് നബി ആ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസികളെ, പ്രിയമുള്ള വിശ്വാസികളെ, നമ്മളും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നമ്മൾ നിരന്തരം നിസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് അല്ലാഹു തആല പ്രാർത്ഥിപ്പിക്കുന്നതും അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും അത്രമേൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റാൽ, രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, അല്ലാഹുവേ, നീയല്ലാതെ ഇലാഹില്ല, നീ എത്ര പരിശുദ്ധനാണ്. അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക ലിദംബി, അല്ലാഹുവേ, എന്റെ പാപങ്ങൾക്ക് ഞാനിതാ നിന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു. അല്ലാഹ് വഅസ്അലുക റഹ്മതക, നിന്റെ റഹ്മത്തിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ സിദ്നി ഇൽമാ, അല്ലാഹുവേ, നീ എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണേ. വലാ തുസിഗ് ഖൽബി ബഅദ ഇദ് ഹദൈതനി, ഞാൻ സന്മാർഗത്തിനായതിനു ശേഷം നീ എന്റെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയല്ലേ അല്ലാഹ്. കണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബി രാത്രി ഉറക്കിൽ നിന്ന് അങ്ങോട്ട് ഉണർന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ, നീ എന്നെ ഹിദായത്തിലാക്കിയതിനു ശേഷം, നീ എനിക്ക് സന്മാർഗം കാണിച്ചു തന്നതിന് ശേഷം നീ എന്റെ ഹൃദയത്തെ ഒരിക്കലും തെറ്റിച്ചു കളയല്ലേ. വഹബിലി മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്, അല്ലാഹുവേ, നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണേ. ഇന്നക അൻതൽ വഹാബ്, നീ ഏറെ എല്ലാം നൽകുന്നവനാണല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിന് ഇതിന്റെ ഗൗരവത്തെ പറ്റിയും ഇതിന്റെ പ്രാധാന്യത്തെ പറ്റിയുമാണ് സുഹൃത്തുക്കളെ ഈ പഠിപ്പിക്കുന്നത്. നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ എത്ര കണ്ട് ഈ രൂപത്തിൽ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്? പ്രവാചകരെ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക, നബിയെ, നിങ്ങൾ എനിക്കൊരു ഇസ്ലാമിലെ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു തരണം, അത് പിന്നീട് ഒരാളോടും അതിനുശേഷം എനിക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഒന്നും ഉണ്ടാകരുത്. അത്ര കൃത്യവും വ്യക്തവുമായി കൊണ്ട് ഇസ്ലാമിലെ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുൽ, നീ ഇങ്ങനെ പറയണം. എന്താ പറയേണ്ടത്? ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയുകയും ചെയ്യുക. സുമ്മസ്തഖിം, എന്നിട്ട് നീ നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്യുക. നോക്കൂ, നിങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള പ്രത്യേകമായ 5 ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് ജവാമിഉൽ കലിം. കുറച്ച് നബി പറയുള്ളൂ, പക്ഷെ അതിന്റെ ആശയം വളരെ വിശാലമായിരിക്കും. അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു വചനം. എന്താ നബി പറഞ്ഞത്? ആമൻതു ബില്ലാ എന്ന് പറയാ, സുമ്മസ്തഖിം, പിന്നെ നീ നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്യുക. അതിലെന്ത് പെട്ടു? ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ പെട്ടു. നോക്കൂ, നിങ്ങൾ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞോ, എന്നിട്ട് നീ നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്തോ എന്ന് പറയും. അതിൽ വ്യക്തമായി അതിലെല്ലാ കാര്യങ്ങളും അതിൽ വന്നു. അപ്പൊ അത് നമ്മൾ അതിന്റെ പ്രാധാന്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇസ്തഖീമു, നിങ്ങൾ നേരെ ചൊവ്വെ നിലകൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ നേരെ ചൊവ്വെ ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കണം. വലൻ തുഹ്സു, നിങ്ങൾക്കൊരിക്കലും തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അതിന് പല രൂപത്തിലുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലം അത് എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് നമുക്കൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇസ്തഖീമു, നിങ്ങൾ നേരെ ചൊവ്വെ നിലകൊള്ളുക. അതുപോലെ തന്നെ വഅലമു, നിങ്ങൾ അറിയണം, അന്ന ഖൈറ അഅമാലിക്കും, നിങ്ങളുടെ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായത്, ഏറ്റവും മുന്തിയത് അസ്വലാ, നിസ്കാരമാണ്. നിസ്കാരമാണ് നിങ്ങളുടെ അമലിൽ ഏറ്റവും ഉത്തമമായത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാ യുഹാഫിദു അലൽ വുദൂഇ ഇല്ലാ മുഅ്മിൻ, വുദൂഇന്റെ കാര്യത്തിൽ മുഅ്മിനീങ്ങളല്ലാതെ ശ്രദ്ധ കൊടുക്കൂല. അതിന്റെ വിശദീകരണവും നമുക്ക് കാണാൻ സാധിക്കും. മുഅ്മിനീങ്ങൾ, ഈമാൻ പരിപൂർണമായിട്ടുള്ള വിശ്വാസികൾ എപ്പോഴും വുദൂഓട് കൂടി ആയിരിക്കാൻ വേണ്ടി വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് വലിയൊരു ഗുണമാണ്, എല്ലാ സമയത്തും വുദൂ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഒരു വിശ്വാസികൾ എന്ന നിലക്ക്, നമ്മുടെ ഈമാനിന്റെ ഭാഗം എന്ന നിലക്ക് നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. മാത്രവുമല്ല സുഹൃത്തുക്കളെ, ഈ ഇസ്തിഖാമത്തോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഈ ഒരു വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഈ നേരെ ചൊവ്വെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ സ്വഭാവം കൂടെ നന്നാവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, സഹാബിമാർ ആരായിരുന്നു? ജാഹിലിയ കാലഘട്ടത്തിലെ എല്ലാ തിന്മകളുടെയും മുൻപന്തിയിൽ നിന്നവരായിരുന്നല്ലോ അവര്. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അത് സർവ്വതും അവരെന്ത് ചെയ്തു? അത് മുഴുവനും ഒഴിവാക്കിയെന്ന് മാത്രമല്ല, പിന്നെ ഒരാളെ പറ്റിയും ഒരാൾക്കും ഒരു നെഗറ്റീവും പറയാനില്ലാത്ത വിധം സഹാബിമാരെ ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങളുള്ളവരായിക്കൊണ്ട് അവരെ മാറ്റിയതിൽ ഈ ഒരു ഇസ്തിഖാമ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദീനിൽ നേരെ ചൊവ്വെ നിലകൊള്ളുക എന്ന് പറയുന്ന ഈ വലിയൊരു ആശയത്തിന് വലിയൊരു സ്ഥാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സഹാബിമാർ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു യാത്രക്ക് ഉദ്ദേശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയാണ്, നബിയെ, നിങ്ങൾ എനിക്കൊരു വസിയത്ത് തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഅ്ബുദില്ലാഹ വലാ തുശ്രിക് ബിഹി ഷൈആ, മുആദേ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, നീ അല്ലാഹുവിൽ ഒന്നിനെയും ശിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുക. അപ്പോ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് സിദ്നി, ഇത് മാത്രം പോരാ നബിയെ, കൂടുതൽ ഇനിയും എന്തെങ്കിലുമൊക്കെ വസിയത്ത് തരികയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസഅത ഫഹ്സിൻ, നീ എന്തെങ്കിലും ഒരു അരുതാത്തത് ചെയ്താൽ വേഗം എന്തെങ്കിലും ഒരു നന്മ ചെയ്യുക. എന്തെങ്കിലും അരുതായ്മ നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം എന്താ ചെയ്യുക? വേഗം ഒരു നന്മ നീ ഉടനെ ചെയ്യണം. അപ്പൊ വീണ്ടും അദ്ദേഹം പറഞ്ഞു, റസൂലേ ജിദ്നി, പോരാ, ഇനിയും എന്തെങ്കിലും അങ്ങ് എനിക്ക് വസിയത്ത് തരണം. ഖാല, നബി പറഞ്ഞു, ഇസ്തഖിം, നീ എന്തു വേണം? ഇസ്തിഖാമത്തോടു കൂടി നീ ജീവിക്കുക. വൽ യഹ്സുൻ ഖുലുഖുക, നിന്റെ സ്വഭാവത്തെ നീ നന്നാക്കുകയും ചെയ്യുക. അപ്പൊ ഇസ്തിഖാമത്തിനെയും സൽസ്വഭാവത്തെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്.
അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവ മേഖലകളിൽ, നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റത്തിൽ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ, ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ, ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിൽ, അതുപോലെ തന്നെ കൂട്ടുകാർക്കിടയിലുള്ള പെരുമാറ്റത്തിൽ, അതുപോലെ തന്നെ അയൽവാസികളോടുള്ള, കുടുംബത്തോടുള്ള പെരുമാറ്റത്തിലൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ന്യൂനത ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഈ ഒരു ഇസ്തിഖാമ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദീന് സ്വീകരിക്കുന്ന വിഷയത്തിൽ എന്തൊക്കെയോ ചിലത് ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ് അതിന്റെ സൂചന. അപ്പൊ അതിന് ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവവും അതിനനുസരിച്ച് അങ്ങോട്ട് മാറും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ കൃത്യമായ രൂപത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സഹാബത്തിന്റെയും അതുപോലെ തന്നെ മുൻഗാമികളായ സലഫുകളുടെയും ആ മാർഗം സ്വീകരിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു പ്രത്യേകമായ ഒരു ഉണർവും ഒരു പ്രത്യേകമായ ഒരു തെളിമയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ആ ഒരു മാധുര്യം കൃത്യമായ രൂപത്തിൽ അനുഭവിക്കാൻ, അള്ളാഹുവിന്റെ ദീന് കൃത്യമായി അനുസരിച്ച് കൃത്യമായി പിന്തുടരുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അതിൽ ഒരു നിലക്കും വളച്ചുകെട്ടില്ലാതെ, മറ്റു താല്പര്യങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ ദീനിന് മാത്രം പ്രാധാന്യവും സ്ഥാനവും നൽകിക്കൊണ്ട് ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്നും, അങ്ങനെ ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ഒരു ഗുണത്തെ സംബന്ധിച്ചുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. മാത്രവുമല്ല, മരണത്തിന്റെ നേരം നമ്മളൊക്കെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മളൊക്കെ ഓരോ ദിവസവും എത്ര മരണ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള അസുഖങ്ങൾ കൊണ്ട്, ആക്സിഡന്റിലൂടെ, അങ്ങനെ നമ്മളൊന്നും വിചാരിക്കാത്ത രൂപത്തിൽ നമ്മളെ സ്നേഹിച്ച നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന എത്രയെത്ര സഹോദരങ്ങൾ ഇന്ന് മണ്ണിനടിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുത്ത് അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗീയ അനുഭൂതിയുള്ളതാക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, മരണം എന്ന് പറയുന്നത് ഏത് സമയത്തും നമ്മളെയൊക്കെ അഭിമുഖീകരിക്കും. എത്ര ആളുകളാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ ആ വീട്ടിലേക്ക് വരുന്നത് മയ്യത്താണ്, അല്ലേ? നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും, സുമ്മസ്തഖാമൂ, ഇതുവരെ നമ്മൾ വിശദീകരിച്ചതുപോലെ അല്ലാഹുവിന്റെ ദീനിന് സ്ഥാനം നൽകിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആ നല്ലവരായ ആളുകൾ, ആ നല്ലവരായ മഹത്തുക്കൾ മരണപ്പെടുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, മരണത്തിന്റെ നേരത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വരുന്നു. ആ മലക്കുകൾ വന്നിട്ട് അവരോട് പറയുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ആരോടാണ് ഈ സന്തോഷവാർത്ത അറിയിക്കുക? ആരോടാണ് സുഹൃത്തുക്കളെ ഈ മലക്കുകളുടെ ഈ സുന്ദരമായ വചനങ്ങൾ കേൾക്കാൻ ഭാഗ്യം ലഭിക്കുക?
റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞിട്ട് സുമ്മസ്തഖാമു, പിന്നീട് ആ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഈ ദീനിന്റെ വശങ്ങൾ മുഴുവനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഈ നല്ലവരായ ആളുകൾ മരിക്കുന്ന നേരത്താണ് മലക്കുകൾ വന്നിട്ട് പറയുന്നത്, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ ദുഃഖിക്കണ്ട കേട്ടോ, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സ്വർഗ്ഗത്തെ പറ്റി ഞങ്ങളിതാ നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. സുഹൃത്തുക്കളെ, ആ ഒരു സുവിശേഷം കേട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നതിനേക്കാൾ വലുത് എന്താണുള്ളത്? എന്താണ് സുഹൃത്തുക്കളെ ഉള്ളത്? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ആ ഒരു നേരത്തെ ഈ ഒരു സന്തോഷവാർത്ത കേട്ട് മരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജീവിതമായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും എന്നിട്ട് അതിനനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ തന്നെയാണ് സ്വർഗ്ഗക്കാർ, അവർ തന്നെയാണ് ജന്നത്തിന്റെ ആളുകൾ. ഖാലിദീന ഫീഹാ, അവർ അവിടെ ശാശ്വതരായിരിക്കും, അവരതിൽ നിത്യവാസികളായിരിക്കും. മാത്രം വിശുദ്ധ ഖുർആൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണത്. സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും വലിയ നല്ല ഒരു മനസ്സ് കൊടുത്ത് ചിന്തിക്കുകയും ഓരോരുത്തരും അവനവന്റെ ഈ ഒരു ആ ഒരു രംഗത്തെപ്പറ്റി, ആ ഒരു മരണനേരത്തെപ്പറ്റിയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റിയും ഓർത്തുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ അനുഭൂതികളും, എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അതൊക്കെ നൈമിഷികമാണ്, അതൊക്കെ മുറിഞ്ഞ് നഷ്ടപ്പെട്ടു പോകും. മരണത്തോടു കൂടി എല്ലാം നഷ്ടപ്പെട്ടു പോകും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ ദുനിയാവിന് അതിൻ്റെതായ ഒരു സ്ഥാനം മാത്രം നൽകുക, പരലോകത്ത് നമ്മൾ മറക്കാതിരിക്കുക, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തെ നമ്മൾ ഒരിക്കലും അവഗണിക്കാതിരിക്കുക, അത് കൃത്യമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ കൂടുതൽ ശ്രദ്ധ നൽകുക, അതിനെ പ്രത്യേകമായി കൊണ്ട് നമ്മൾ ഊന്നൽ കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിച്ച് ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുകയും അങ്ങനെ തന്നെ ഈ ലോകത്തോട് വിട പറയുകയും വിട പറയുന്ന നേരത്ത് മലക്കുകളിൽ നിന്നുള്ള സുവിശേഷ വചനങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്, നീ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികളുണ്ട്, നീ പൂർണ്ണമായ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. കുടുംബത്തിലും അതുപോലെ തന്നെ മറ്റും പല രൂപത്തിലുള്ള മാനസികമായും ശാരീരികമായും പ്രയാസങ്ങൾ അലട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള തുറവിയും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.